ഇവൻക്കൊരു സ്വഭാവമുണ്ട്, ഇവൻക്കൊരു സ്വഭാവമുണ്ട് അല്ലേ. രണ്ടാളും കാണുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ് അല്ലേ. ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്ത സ്വഭാവം ഉണ്ടാവും. അതേപോലെ എന്തുണ്ട്, ഒരു ബ്രാൻഡിനും ഒരു സ്വഭാവം നമ്മൾ രൂപീകരിക്കും. അതാണ് ബ്രാൻഡ് ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ഒരു ബ്രാൻഡിന്റെ ആർക്കിടൈപ്പ് എങ്ങനെ രൂപീകരിക്കുക, അതിനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡിന്റെ ഓഡിയൻസ് ആരാണെന്നുണ്ടെങ്കിൽ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബ്രാൻഡിന്റെ ആർക്കിടൈപ്പ് രൂപീകരിക്കുന്നത്. ഇവിടെ ഒരു ചായക്കട ഉണ്ട്. ഈ ചായക്കടയിൽ അപ്രോച്ച് ചെയ്യുന്ന രൂപവും നമ്മൾ നേരെ അവിടെ പോയിക്കാണ്ട് ക്ലബ്ബ് സുലൈമാനിയിൽ പോയിക്കാണ്ട് ചായ കുടിക്കുന്ന രൂപവും വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളേനാണ്, പക്ഷെ വ്യത്യസ്ത ബ്രാൻഡിലേക്ക് കയറുമ്പോൾ നമ്മളെ സ്വഭാവം തന്നെ മാറും. ഇപ്പൊ ഈ ഇവിടെ ഒരു ചായക്കടയിൽ പോയിക്കാണ്ട് നിങ്ങളൊരു ചായ എങ്ങനെ ചോദിക്കല്, എന്താ ഇസ്മായിലാക്ക് ഒരു ചായ തിരിയറി എന്നിട്ട് ഇവിടെ ഇരിക്കും അല്ലേ. പിന്നെ ഇനി നേരെ മറിച്ച് ഈ ക്ലബ്ബ് സുലൈമാനിയിൽ പോയിക്കാണ്ട് നിങ്ങളെങ്ങനെ, നിങ്ങളെ സ്വഭാവം മാറൂല. ക്ലബ്ബ് സുലൈമാനിയിൽ പോയിക്കാണ് നിങ്ങൾ എങ്ങനെ ചെയ്യല്, ഇവിടെ ഇരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മൊബൈലൊക്കെ എടുക്കും, അല്ലെങ്കിൽ ലാപ്പുള്ളൊക്കെ ആളാണെങ്കിൽ ലാപ്പൊക്കെ ഇവിടെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇസ്മായിലേക്ക് ഒരു ചായ പറയോ, ആ വെയിറ്റർ വരുന്നത് വരെ നിൽക്കും. അപ്പോൾ പക്ഷെ അവിടെ നിങ്ങളെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ ചില ബ്രാൻഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചും ആളുകളെ സ്വഭാവത്തിനനുസരിച്ചും നമ്മൾ മാറും. അവിടെ എന്താണ്, അവരവിടെ പ്രീമിയം കസ്റ്റമേഴ്സിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്.